സുവിശേഷം വളരെ കൃത്യമായിട്ട് അമ്മ മറിയത്തെക്കുറിച്ചുള്ളൊരു വാഴ്ത്തുപാട്ടാണ്. യേശു ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ജനക്കൂട്ടത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളതാണ്, നിന്റെ അമ്മ ഒരു ബ്ലസ്ഡ് ആണ് എന്നാണ് ഒരു സ്ത്രീ വിളിച്ച് പറഞ്ഞത്. ഇതൊരു സ്ത്രീ വിളിച്ച് പറഞ്ഞു എന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ഇതൊരു അമ്മ വിളിച്ച് പറഞ്ഞതാണ്. കാര്യം യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചുള്ള വാക്കുകളും പ്രവൃത്തിയെ കണ്ടപ്പോൾ ഈ സ്ത്രീ ദൂരെ നിന്ന് യേശുവിന് പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ അമ്മയ്ക്ക് പെട്ടെന്ന് തോന്നിയിട്ടുണ്ടാകും, എൻ്റെ കുഞ്ഞ് ഇതുപോലെയൊക്കെ ആയിരുന്നെങ്കിൽ, എൻ്റെ കുഞ്ഞ് ഇതുപോലെയൊക്കെ വളർന്നു വന്നിരുന്നെങ്കിൽ. ഇങ്ങനെ ഒരു കൂട്ടത്തിൽ നിന്ന് ഏതോ ഒരു അമ്മയ്ക്ക് യേശു പോലും അത്ഭുതമായി തോന്നിയപ്പോൾ നിൻ്റെ അമ്മ എന്ത് ഭാഗ്യമുള്ളതാണ്, നിന്നെപ്പോലൊരു മകനെ കിട്ടിയില്ലേ, ഇങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിൽ യേശു ജീവിച്ചു. അതാണ് യേശുവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മളുടെ ജീവിതവും വാക്കും പ്രവൃത്തിയും കൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കൾ ബഹുമാനിക്കപ്പെടുന്നത്. നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയുള്ളവരാണെന്ന് തിരിച്ചറിയുന്നത്. ബലത്തിൽ നിന്നാണല്ലോ വൃക്ഷത്തെ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണെന്ന് ലോകം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ലോകം തിരിച്ചറിയുന്നത് നമ്മുടെ മാതാപിതാക്കളെ വാഴ്ത്തിപ്പാടിയാണ്. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ തല ഉയർത്തി നിൽക്കുമോ? നമ്മളെക്കുറിച്ച് 4 പേര് സംസാരിക്കുമ്പോൾ അവിടെ നമ്മുടെ മാതാപിതാക്കൾക്ക് സന്തോഷത്തോടെ നിൽക്കാൻ കഴിയുമോ? നമ്മളെങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയാകേണ്ടത് നമ്മുടെ മാതാപിതാക്കളാണ്. അവർക്കുണ്ടായിരുന്ന വിശ്വാസം, അവർക്കുണ്ടായിരുന്ന അധ്വാനം, അവർക്കുണ്ടായ ജീവിത നിലപാട്, ഇതൊക്കെ നമുക്കിന്നുണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും അധികം നിലപാടുകൾ സ്വീകരിക്കേണ്ടതും കണ്ടറിഞ്ഞ് പഠിക്കേണ്ടതും നമ്മളെ ഉദരത്തിൽ വഹിക്കുകയും നമ്മളെ മാറോട് ചേർത്ത് വളർത്തുകയും ചെയ്ത നമ്മുടെ മാതാപിതാക്കളെ പോലെ ആകുക എന്നുള്ളതാണ്. അങ്ങനെ ഒരപ്പൻ്റെയും അമ്മയുടെയും മകനാണ് എന്ന് നമ്മൾ ഈ ലോകത്തിന് മുന്നിൽ ജീവിച്ച് കാട്ടുമ്പോൾ തീർച്ചയായിട്ടും മറിയത്തിന് കിട്ടിയ വാഴ്ത്തുപാട്ട് പോലെ നമ്മുടെ മാതാപിതാക്കൾക്കൊരു വാഴ്ത്തുപാട്ട് കിട്ടും. എത്ര മക്കൾക്ക് ധൈര്യമുണ്ട് എൻ്റെ അപ്പനും അമ്മയും ഭാഗ്യമുള്ളവരാണെന്ന് ഈ ലോകം വിളിച്ചു പറയാൻ തക്കവിധത്തിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടെന്ന്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ അമ്മേ സ്വസ്തി, സ്വർഗത്തിൻ തായേ സ്വസ്തി, മക്കൾക്കായി അമ്മേ എന്നും പ്രാർത്ഥിക്കണമേ. കർത്താവിന്റെ അമ്മേ സ്വസ്തി, സ്വർഗത്തിൻ തായേ സ്വസ്തി, മക്കൾക്കായി അമ്മേ എന്നും പ്രാർത്ഥിക്കണമേ. കാനായിലെ കല്യാണത്തിൽ കുറവുകൾ നിറവാക്കാൻ പുത്രനോട് പറഞ്ഞൊരമ്മേ കൂടെയുണ്ടാകണേ. കാനായിലെ കല്യാണത്തിൽ കുറവുകൾ നിറവാക്കാൻ പുത്രനോട് പറഞ്ഞൊരമ്മേ കൂടെയുണ്ടാകണേ. അമ്മേ 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 അമ്മേ